AI ഇനി പ്രകാശം കൊണ്ട് പ്രവർത്തിച്ചാലോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാവിയെ മാറ്റിമറിക്കുന്ന ഒരു പുതിയ ആശയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോ AI ശരിക്കും പിന്നോട്ട് വലിക്കുന്നതെന്താ? അതൊരു ഫിസിക്കൽ പ്രോബ്ലമാണ്, ഒരു വലിയ പ്രോസസ്സിംഗ് ബോട്ടിൽ നെക്ക്. ഇന്നത്തെ വലിയ AI മോഡലുകളുണ്ടല്ലോ, അത് പ്രവർത്തിപ്പിക്കാൻ ആയിരക്കണക്കിന് ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ, അതായത് GPUകൾ വേണം. ഈ GPUകൾക്ക് വൻതോതിൽ പവർ വേണം. പോരാത്തതിന് ഡേറ്റാ സ്പീഡിന്റെ കാര്യത്തിൽ ഒരു പരിധിയുമുണ്ട്. എന്നാൽ AI-യുടെ ഈ കണക്കുകൂട്ടലുകൾക്ക് നമ്മൾ പ്രകാശം തന്നെ ഉപയോഗിച്ചാലോ? അതെ, അവിടെയാണ് കളി മാറാൻ പോകുന്നത്. ഓൾട്ടോ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ ഇത് സാധ്യമാക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിനെയാണ് POMM പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഇത് ഡേറ്റ കൈമാറാനുള്ള ഇലക്ട്രോണിക് തടസ്സങ്ങളെ പ്രകാശം ഉപയോഗിച്ച് മറികടക്കുന്നു. അപ്പോ ശരിക്കും ഇത് വർക്കാവോ? ഇതിന്റെ റിസൾട്ട്സ് ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. ഒരു സാധാരണ ഇമേജ് റെക്കഗ്നിഷൻ ടെസ്റ്റിൽ കൈയക്ഷരം തിരിച്ചറിയുന്നതിൽ 94% കൂടുതൽ ആക്യുറസി കിട്ടി. അതിലും കോംപ്ലക്സ് ആയൊരു ടാസ്കിൽ, അതായത് വസ്ത്രങ്ങൾ തിരിച്ചറിയുന്നതിൽ 84% മുകളിൽ സ്കോർ ചെയ്തു. പക്ഷേ ഈ സ്ലൈഡിൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതിന്റെ എഫിഷ്യൻസിയാണ്. 1 ജൂളിന് 2 ബില്യണിലധികം ഓപ്പറേഷൻസ്. ഈയൊരു ബ്രേക്ക് ത്രൂ ഇൻഡസ്ട്രിയുടെ ശ്രദ്ധ പിടിച്ചിട്ടുണ്ട്. അതോടെ രസകരമായൊരു ചർച്ചയും തുടങ്ങിയിട്ടുണ്ട്. ഈ റിസർച്ചിന് നേതൃത്വം നൽകുന്ന പ്രൊഫസർ ഷിപ്പേ സൺ പറയുന്നത് ഇത് മിക്കവാറും എല്ലാ ഒപ്റ്റിക്കൽ പ്ലാറ്റ്ഫോമിലും ഉപയോഗിക്കാമെന്നാണ്. എന്നാൽ NVIDIAയുടെ CEO ജെൻസൺ ഹുവാങ് കുറച്ചുകൂടി ശ്രദ്ധയോടെയാണ് ഇതിനെ കാണുന്നത്. ഇപ്പോഴും കോപ്പർ കണക്ഷനുകളാണ് കൂടുതൽ വിശ്വസനീയമെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്കിലും ഒപ്റ്റിക്കൽ കമ്പ്യൂട്ടിംഗ് കമ്പനികളിലേക്ക് വലിയ നിക്ഷേപമാണ് വരുന്നത്. ഇത് ഇൻഡസ്ട്രിക്ക് ഇതിലുള്ള താൽപര്യം കാണിക്കുന്നു. ഇനി ഇതിന്റെ ഒരു സാധ്യതയുള്ള ടൈംലൈൻ നോക്കാം. ഗവേഷകർ പറയുന്നത് 3 മുതൽ 5 വർഷത്തിനുള്ളിൽ ഇത് സംയോജിപ്പിക്കാൻ കഴിയുമെന്നാണ്. ഈ ടെക്നോളജിയെ ഒരൊറ്റ ഫോട്ടോണിക് ചിപ്പിലേക്ക് ഒതുക്കുക, അതാണ് ഇതിലെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ലൈറ്റ് ബേസ്ഡ് പ്രോസസ്സറുകൾക്ക് വളരെ കുറഞ്ഞ പവറിൽ കോംപ്ലക്സ് ആയ AI ടാസ്കുകൾ ചെയ്യാൻ പറ്റും. അപ്പോ നമ്മളൊരു പുതിയ യുഗത്തിന്റെ തുടക്കത്തിലാണോ? അടുത്ത AI വിപ്ലവം പ്രകാശത്താൽ പ്രവർത്തിക്കുന്നതായിരിക്കുമോ?